ലേഖനം 5-ാം അധ്യായത്തിൽ നിന്ന് 2-3 വാക്യങ്ങളൊന്ന് ചിന്തിക്കാം. റോമാലേഖനം 5-ാം അധ്യായം 6-ാം വാക്യം. നാം ബലഹീനർ ആയിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്കു വേണ്ടി മരിച്ചു. നീതിമാനു വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാനു വേണ്ടി പക്ഷേ മരിപ്പാൻ തുനിയുമായിരിക്കും. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിച്ചിരിക്കുകയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ഒരു വ്യത്യസ്തമായ ഒരു വിഷയമായത്. യേശുക്രിസ്തുവിൻ്റെ ജനനം, യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണം, കർത്താവിൻ്റെ പുനരുത്ഥാനം, കർത്താവിൻ്റെ 2-ാം വരവ്, ഈ വിഷയങ്ങളൊക്കെ തന്നെ മാനവരാശിയുടെ അനുഗ്രഹത്തെ അധിഷ്ഠിതമാക്കിക്കൊണ്ടുള്ളതാണ്. അതുവഴി പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം പൂർണ്ണമായി ഈ ഭൂമിയിൽ നടപ്പാക്കുക എന്നുള്ളതും അതിൽപ്പെടുന്നതാണ്. പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം നടപ്പാക്കുന്നതിൽ കർത്താവിനാണ് മുഖ്യ പങ്കുള്ളത്. പിതാവിൻ്റെ ഇഷ്ടം എന്താണെന്ന് ഗ്രഹിക്കുന്നതിലാണ് നമുക്ക് ദൈവത്തിൻ്റെ പ്ലാനുകളുടെ മഹത്വം മനസ്സിലാകുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ മനുഷ്യ സൃഷ്ടിയെക്കുറിച്ച് അല്പകാര്യം നമ്മൾ ചിന്തിക്കേണ്ടി വരും. പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന്. ആദിമനുഷ്യരായ ആദാമിനെയും ഹവ്വയെയും ഏദൻ തോട്ടത്തിലാക്കി അവർ ദൈവത്തെ അനുസരിച്ച് ജീവിക്കണമെന്നുള്ളതായിരുന്നു ദൈവത്തിൻ്റെ ഇഷ്ടം. ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്ന കാര്യത്തിൽ ആദി മാതാപിതാക്കൾക്ക് വീഴ്ച പറ്റി. അതോടുകൂടി ദൈവത്തിൻ്റെ ഇഷ്ടം ഭൂമിയിൽ സ്ഥാപിക്കണമെന്നുള്ള കാര്യത്തിൽ നിന്നും താൽക്കാലികമായി ദൈവം പിന്മാറി. ആദാമും ഹവ്വയും പിശാചിൻ്റെ ഇഷ്ടമാണ് അവിടെ അനുഷ്ഠിച്ചത്. അതുകൊണ്ട് അവരെ രണ്ടുപേരെയും അവരുടെ സന്തതി പരമ്പരകളെയും പിശാചിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ദൈവം അനുവാദം കൊടുത്തു. നിങ്ങളിപ്പോൾ പിശാച് എന്ന പിതാവിൻ്റെ മക്കളാണ്. അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ നിങ്ങൾ പ്രിയപ്പെടും. അതുകൊണ്ട് അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ദൈവം കുറേ സമയം മനുഷ്യന് കൊടുക്കും. പിശാചിനും കുറേ സമയം ദൈവം കൊടുക്കുക. പിശാചിൻ്റെ ഉദ്ദേശങ്ങൾ, അവൻ്റെ പ്രവൃത്തികൾ, ഇതെല്ലാം ചെയ്യുവാൻ കുറേ സമയം പിശാചിനും കൊടുക്കും. നമ്മുടെ ദൈവം മഹാശക്തിമാനും ബലവാനും. പിശാചിനെ വേണമെങ്കിൽ ആ നിമിഷം തന്നെ ഏദൻ തോട്ടത്തിൽ വെച്ച് നശിപ്പിക്കാം. ദൈവത്തിന് നശിപ്പിച്ചോ? ഇല്ല. ആദാമിനെ ഹവ്വയെയും ആ നിമിഷം തന്നെ അവർ മരിച്ചു പോകാൻ വേണമെങ്കിൽ ദൈവം അനുവദിക്കും. അതും ചെയ്തില്ല. കുറ്റക്കാരെയെല്ലാം
ആയുസ് കൊടുത്ത് ഇവിടെ പരിപാലിക്കുക ചെയ്ത്. എന്തിനു വേണ്ടിയിട്ടാണ്? യഹോവയുടെ ഇഷ്ടം എന്താണെന്ന് മനുഷ്യരാശികളും അറിയണം, പിശാചും അറിയണം. അതുവഴി ദൈവത്തിൻ്റെ ദൂതന്മാർക്കും അറിവുണ്ടാവും. ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം വളരെ വിശാലമായ കാര്യങ്ങളിൽ കൂടിയും വിശാലമായ ഉദ്ദേശങ്ങൾക്കും വേണ്ടിയിട്ടാണ്. നമ്മളിതൊന്നും മുഴുവനായിട്ട് മനസ്സിലാക്കാതെയാണ് പോകുന്നു. ഇതെല്ലാം മനസ്സിലാക്കാനുള്ള എല്ലാ ഉപാധികളും ദൈവത്തിൻ്റെ വചനത്തിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പം മൊത്തത്തിൽ മനുഷ്യരാശിയെ പ്രധാനമായിട്ടും 3 വിഭാഗങ്ങളായിട്ട് തിരിക്കാം. ഒന്ന്, നീതിമാന്മാർ. ഒന്ന്, ദുഷ്ടന്മാർ. ഇതിൻ്റെ ഇടയിലൊരു വിഭാഗമുണ്ട്. അവർക്ക് പേരിട്ടിരിക്കുന്നത് ഗുണവാന്മാർ എന്നാണ്. ഉണ്ടോ? ഇതെല്ലാം ആദാമിൻ്റെ മക്കളിൽപ്പെട്ട ആളുകളാണ്. പക്ഷെ വ്യത്യസ്ത സ്വഭാവത്തിലാണ് ആളുകൾ ഇവിടെ വളരും. നീതിമാന്മാർ, ഗുണവാന്മാർ, പാപികൾ. അപ്പം നമ്മുടെ കർത്താവ് ഇവിടെ ക്രൂശിൽ മരിക്കുന്നത് പാപികൾക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ കൂട്ടുകൂടുകയാണെങ്കിൽ ആരോടാ കൂട്ടുകൂടുന്നത്? നല്ല ആളുകളൊക്കെയാണ് കൂട്ടുകൂടുന്നത്, അല്ലേ? ഈ പാപികളോടുകൂടെ വല്ലവരും കൂട്ടുകൂടാൻ പോവോ? ഇല്ല. യഹൂദജാതിയുടെ ഇടയിൽ ശാസ്ത്രിമാര്, പരീശന്മാര്, പിന്നെ ചുങ്കക്കാര്, പാപികൾ, ഇങ്ങനെ 4 വിഭാഗമായിട്ട് അവർ തന്നെ തിരിച്ചു വച്ചിരിക്കുന്നതാണ്. കർത്താവ് വന്നപ്പോൾ ആരുടെ കൂടെയാ കൂടിയത്? ചുങ്കക്കാരുടെയും പാപികളോടും കൂടെ കൂടി. അവരോട് സുവിശേഷം അറിയിക്കുന്നു, അവരുമായിട്ട് സംഭാഷിക്കുന്നു, ആഹാരം കഴിക്കുന്നു, അവരുമായിട്ട് ഇടപഴകും. ഇപ്പം ഇത് ശാസ്ത്രിമാർക്കും പരീശന്മാർക്കും അത്ര രസിച്ചില്ല. ഇവൻ യഹൂദന്മാരുടെ രാജാവായിട്ട് വന്നിരിക്കുന്നു, ഇസ്രായേലിൻ്റെ രാജാവായി വന്നിരിക്കുന്നു, ഇവൻ ദൈവപുത്രനാണെന്ന് പറയുന്നു. എന്നിട്ടോ ഈ താഴ്ന്ന ജാതിയുടെ കൂടെയല്ലേ കൂട്ടുകൂടുന്നത്? ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതൻ എന്നൊക്കെ പറഞ്ഞ് കർത്താവിനെ പരിഹസിച്ചു. അപ്പം കർത്താവിൻ്റെ ആ സ്നേഹവും താഴ്മയും വിനയവും ഒക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ. അപ്പം ഗുണവാന്മാർ ഉണ്ടായിരുന്നു, നീതിമാന്മാരുണ്ടായിരുന്നു. ഇതിൽ ഗുണവാന് വേണ്ടി ആരെങ്കിലും ചിലപ്പോൾ മരിക്കാൻ തുനിയുമായിരിക്കും, അല്ലേ? പാപികൾക്ക് വേണ്ടി ആരെങ്കിലും മരിക്കാൻ തുനിയുമോ? ഇല്ല. അപ്പൊ കർത്താവിൻ്റെ മഹത്വം അവിടെയാണ്. പക്ഷേ ഈ ഗുണവാന്മാരും നീതിമാന്മാരും പാപികളും എല്ലാവരും മൊത്തത്തിൽ ആരാ? പാപികളല്ലേ? എല്ലാവരും മൊത്തത്തിൽ പാപികളാണ്. ആദാമ്യ സന്തതി പരമ്പരകൾ മുഴുവനും ആദാമ്യ പാപത്തിൻ്റെയും അതിൻ്റെ ഫലമായ മരണത്തിൻ്റെയും അവകാശികളാണ്. ഇപ്പൊ കർത്താവിൻ്റെ മരണം ഈ 3 വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും പ്രയോജനം ചെയ്യുന്നതാണ് എന്നുള്ളതാണ്. അതിന് വ്യത്യാസമില്ല. അപ്പം ഇതിൻ്റെ കാരണം പാപത്തിൻ്റെ അടിസ്ഥാനം ഒന്ന് തന്നെ. ഈ 3 വിധത്തിലുള്ള വ്യക്തികളും പാപികളായിരിക്കുന്നത് പാപത്തിൻ്റെ അടിസ്ഥാനം ഒന്ന് തന്നെയാണ്.
ആരുടെ അനുസരണക്കേട് കൊണ്ടാ പാപം വന്നത്? ആദാമിന്. ആദാം ആപ്പിള് തിന്നിട്ടാണോ പാപം വന്നേ? അല്ല, ആപ്പിള് തിന്നിട്ടല്ല. ആപ്പിള് തിന്നരുതെന്ന് പറഞ്ഞാൽ തിന്നാൻ പാടില്ല, അല്ലേ? അപ്പൊ കൽപ്പന ലംഘിക്കുന്നതാണ് പാപം. അതാണ് അനുസരണക്കേട്. അതിന് സിമ്പിളായിട്ട് പറയുന്ന കാര്യങ്ങൾക്കൊക്കെ അടയാളം പറയുമ്പോൾ അത് ഗ്രഹിക്കാനുള്ള കഴിവില്ലെന്ന് നമ്മൾ മനസ്സിലാക്കിയാണ്. ആപ്പിള് തിന്നാലോ ഏത്തപ്പഴം തിന്നാലോ ഒന്നും ഒരു പാപമല്ല. തിന്നരുതെന്ന് പറഞ്ഞ സാധനം തിന്നാൻ പാടില്ല, തൊടരുതെന്ന് പറഞ്ഞാൽ തൊടാൻ പാടില്ല. അതാണ് പാപം. അപ്പോൾ ഈ പാപത്തിൻ്റെ ഫലമായ മരണം അത് ആദാമിൻ്റെ ആദ്യത്തെ 2 മക്കള് കയ്യീനും ഹാബേലും ആന്ന വേദപുസ്തകം പറയും. കയ്യീനും ഹാബേലിനും ദൈവം എന്തെങ്കിലും പ്രത്യേക പ്രമാണം കൊടുത്തിരുന്നതായിട്ട് വേദപുസ്തകം പറയുന്നില്ല. ഇപ്പൊ കയ്യീൻ പറയാണ്, ആ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം അല്ലെങ്കിൽ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം തിന്നരുതെന്ന് എന്നോട് പറഞ്ഞെങ്കിൽ ഞാൻ തിന്നിയല്ലായിരുന്നു എന്ന് കയ്യീൻ പറയുകയാണെന്നിരിക്കട്ടെ. കയ്യീനോട് ദൈവം അങ്ങനെ പറഞ്ഞോ? ഇല്ല. ആദാമിന് മാത്രമേ നേരിട്ട് പ്രമാണമുള്ളൂ. ആദാം ഈ കൽപ്പനയിൽ എങ്ങനെ ഇരിക്കുന്നു എന്ന് ദൈവം പരിശോധിക്കുന്നു. ആ പ്രമാണം തന്നെ കയ്യീനോ ഹാബേലിനോ പിന്നീട് വരുന്നവർക്ക് കൊടുത്താലും അവരാ കൽപ്പന ലംഘിക്കുമെന്ന് ദൈവത്തിനറിയാം. അപ്പോൾ ഒരാളെ ഒന്ന് പരിശോധിച്ചാൽ മതി. നമ്മൾ അരി അടുപ്പത്തിട്ട് വേവിക്കുന്നു, അത് എന്തോന്ന് നോക്കാൻ ആ കലത്തിൽ കിടക്കാൻ ചോറ് മുഴുവൻ നമ്മൾ ഞെക്കി നോക്കുമോ? മുഴുവൻ ചോറും എടുത്ത് ഞെക്കി നോക്കുമോ എന്തോന്നറിയാൻ? ഒരു ചോറ് ഞെക്കുക മതി, ഇല്ലേ? അതെന്തെങ്കിലും അറിയാം, അല്ലെങ്കിൽ വെന്തട്ടില്ല. കപ്പ ചണ്ടം മുഴുങ്ങനെ നമ്മൾ കലത്തിൽ ഒരു ഈർക്കിളി വെച്ച് ഒരു കുത്തു കൊടുത്താൽ അറിയാം എന്തെങ്കിലും, ഇല്ലേ? അപ്പോൾ ഒരെണ്ണം വെന്താ എല്ലാം വെന്ത. ഇത് തന്നെ ആദാമിനെ ദൈവം പരിശോധിച്ചു. ആദാം തെറ്റിയാൽ എല്ലാം തെറ്റുമെന്ന് ഇന്ന് ദൈവത്തിന് മനസ്സിലാക്കാൻ വേണ്ടിയാണോ ഇത് ചെയ്തത്? ദൈവത്തിന് മനസ്സിലാക്കാൻ വേണ്ടിയാണോ ദൈവം ഇത് ചെയ്തത്? അല്ല, ആദാമിൻ്റെ മക്കൾ മനസ്സിലാക്കാനായി. പിന്നീട് വരുന്നവരെ അവർക്കും കൂടെ വേണ്ടിയിട്ട് ചെയ്തിരിക്കണേ. അപ്പൊ അപ്പൻ്റെ സ്വഭാവം മക്കൾക്കും, ആ ആദാമിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ഒരു മകൻ ജനിച്ചു. അവന് കയ്യീൻ എന്ന് പേരിട്ടു. കയ്യീൻ ദുഷ്ടനിൽ നിന്നുള്ളവനായതാ. അപ്പൊ ആദാമിൻ്റെ സ്വരൂപം സാദൃശ്യം തന്നെയാ കയ്യീനും. പിന്നെ അത് കഴിഞ്ഞപ്പോ ഹാബേല് ജനിച്ചു. ഹാബേല് നീതിമാനായി. അപ്പോഴും ആദാമിൻ്റെ സ്വരൂപത്തിനല്ലേ ഹാബേലും ജനിച്ച്. അപ്പൊ ഹാബേൽ നീതിമാനായി, അല്ലേ? അപ്പൊ എങ്ങനെയാ സ്വരൂപവും സാദൃശ്യവും രണ്ടും ഒരുപോലെ വെക്കണേ? അപ്പൊ പാപത്തിന്റെ കാര്യത്തിൽ ആദാമിന്റെ അതേ സ്വരൂപത്തിൽ തന്നെയാ എല്ലാവരും ജനിക്കുന്നു. അപ്പൊ അതിന്റെ പ്രയോജനം എല്ലാവർക്കും അറിവിലേക്ക് വേണ്ടി ഒരാളെ കണ്ടുപിടിച്ചാൽ മതി ദൈവത്തിന്. അല്ലെങ്കിൽ ഒരാൾക്ക് ഒരാൾ വെച്ച് മറുവില വേണം, അത് നടക്കുന്ന കാര്യമാണോ? അപ്പോ ആദാമിന് മറുവിലയായിട്ട് ഒരാളെ കണ്ടുപിടിച്ചാൽ മതി. ആ ആളിൻ്റെ മറുവില കൊണ്ട് ആദാമിനും ആദാമിൻ്റെ കടിപ്രദേശത്തു നിന്ന് ഉത്ഭവിക്കുന്ന മനുഷ്യർക്കും
ഈ മറുവിലയുടെ പ്രയോജനം നൽകപ്പെടാവുന്ന അവസ്ഥയിലാണ് ദൈവം കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ പാപികൾക്കും നീതിമാന്മാർക്കും ഗുണവാന്മാർക്കും അങ്ങനെ വ്യത്യസ്ത സ്വഭാവമുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ് യേശുക്രിസ്തു മരിച്ചിരിക്കുന്നത്. ഇപ്പം ഇത് 6000 ചില്ലുവാനും വർഷമായി ഭൂമിയിൽ മനുഷ്യനുണ്ടായിട്ട്. ആദ്യകാലത്തൊക്കെ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ പല ജാതികളായിട്ട് തിരിച്ച് പറഞ്ഞിട്ടുണ്ടാണ്. ഇപ്പം ഇന്ന് ഒരുപാട് ജാതികളുണ്ട് ഭൂമിയിൽ. ഒരുപാട് ജാതികളുണ്ട്, ഒരുപാട് ഭാഷക്കാരുണ്ട്, ഒരുപാട് വംശക്കാരുണ്ട്. അപ്പം ഇവരെല്ലാം ആദാമിൻ്റെ ഹവ്വയുടെയും സന്തതി പരമ്പരകളിൽപ്പെട്ട. അങ്ങനെ അവർ പെരുകാനാണ് ദൈവം അന്ന് ആദാമിന് ഹവ്വയ്ക്ക് അനുഗ്രഹം കൊടുത്തത്. സന്തതി പരമ്പരകൾ ഭൂമിയിൽ പെരുകാൻ. അപ്പൊ ഈ പെരുകി വരുന്ന ജനാവലിക്ക് മുഴുവൻ ഒരു മധ്യസ്ഥനെ കൊണ്ട് യഹോവ കാര്യങ്ങൾ നിറവേറ്റു എന്നുള്ളതാണ് യഹോവയുടെ വലിയ ജ്ഞാനം. ഒറ്റയാളെ. അപ്പൊ യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനെ തന്നെയാണ് മധ്യസ്ഥനായിട്ട് ദൈവം കണ്ടുപിടിച്ചത്. അത് പണ്ട് ഏദൻ തോട്ടത്തിൽ വെച്ച് ദൈവം അരുളി ചെയ്തു, ഞാനൊരു മറുവില കണ്ടിരിക്കുന്നു, മനുഷ്യന് വേണ്ടി ഒരു മറുവില കണ്ടിരിക്കുന്നു. ഈ മറുവിലക്കാരനോട് ദൈവം ആവശ്യപ്പെടുന്നത് എന്താണ് എന്നുള്ളതാണ്. ഈ വില, എന്ത് വിലയാണ് ദൈവം ആവശ്യപ്പെടുന്നത്? ആദാമിനോട് എന്താ ദൈവം ആവശ്യപ്പെട്ടെ? ആദാമിനോട് എന്താ ദൈവം ആവശ്യപ്പെട്ടെ? അനുസരണം ആവശ്യപ്പെട്ടെ, അല്ലേ? നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം തിന്നരുതെന്നാ പറഞ്ഞെ. അത് തിന്നാതിരുന്നാൽ അവർ ദൈവത്തെ അനുസരിച്ചു കൊണ്ടിരിക്കുകയല്ലേ. തിന്നാലോ അനുസരിക്കുന്നില്ല. അനുസരണമാണ് പ്രമാണം. അതേ പ്രമാണം കൊണ്ടാണ് ആദാമ്യ സന്തതി പരമ്പരകളെ മുഴുവൻ സഹസ്രാബ്ദത്തിൽ യേശുക്രിസ്തു രക്ഷിക്കുന്നു. സഹസ്രാബ്ദത്തിൽ യഹോവ വയ്ക്കുന്ന പ്രമാണം ഏതാണ് എന്നുള്ളതാണ്. ഏതല്ല പ്രമാണം നമുക്ക് മനസ്സിലായി, അല്ലേ? നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം ഭക്ഷിക്കരുത്. അത് ഭക്ഷിക്കുന്ന നാളിൽ നീ മരിക്കും. അപ്പം മുഴുവൻ മനുഷ്യരാശിക്കും മറുവിലയിൽ കൂടെ നിത്യജീവൻ ലഭിക്കാൻ ദൈവം സഹസ്രാബ്ദത്തിൽ വയ്ക്കുന്ന പ്രമാണം ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ നിങ്ങൾ വിശ്വാസത്താൽ സ്വീകരിക്കണം. യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണ് എന്നുള്ള വിശ്വാസം, ആ വിശ്വാസം കൊണ്ടാണ് ആദാമ്യ ഭവനത്തെ മുഴുവൻ ജീവനിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് ശാസ്ത്രീയമായ നേട്ടങ്ങൾ കൊണ്ടോ മരുന്നുകൾ കൊണ്ടോ നേടിയെടുക്കുന്ന കാര്യമല്ല. നമ്മൾ രോഗത്തിന് മരുന്ന് കുത്തിവെച്ച് ചെയ്യുന്നത് പോലെയുള്ള ചികിത്സാ സമ്പ്രദായമല്ല. ദൈവത്തിൻ്റെ രാജ്യം സ്ഥാപിക്കപ്പെടുന്നതിന് മുമ്പ് ഭൂമിയിൽ നടക്കുന്ന ന്യായവിധി ദിവസത്തിൽ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ഏതൊരാൾക്കും നിത്യജീവൻ ലഭിക്കപ്പെടും, അവർക്ക് പിന്നെ മരണം സംഭവിക്കുകയില്ല എന്നുള്ള പ്രമാണം വിളംബരം ചെയ്യും.
ഇതിൻ്റെ ഒരു സൂചന നമ്മൾ ഇസ്രയേൽ മിസ്രൈമിൽ നിന്ന് പോരുമ്പോൾ മരുഭൂമിയിൽ വെച്ച് ഒരു അടയാളം ദൈവം കൊടുക്കുന്നു. ഇസ്രായേലിന്റെ മരുഭൂമി യാത്രയിൽ അവർ ദൈവത്തെ പരീക്ഷിച്ചതിൻ്റെ പേരിൽ അവരെ അഗ്നിസർപ്പങ്ങൾ കടിച്ചു. മരുഭൂമിയിലുള്ളൊരു സർപ്പമാണ്. ഈ അഗ്നിസർപ്പങ്ങൾ ഓടി നടന്ന് ഊടുപാടെ ഇസ്രായേലിനെ കടിച്ചു. കടിയേൽക്കുന്നവർ മറിഞ്ഞു വീഴും, മരിക്കുക. അപ്പോ മോശയോട് യഹോവ പറഞ്ഞു, നീ പിച്ചള കൊണ്ടൊരു സർപ്പമുണ്ടാക്കിയിട്ട്, ഒരു സർപ്പരൂപം ഉണ്ടാക്കിയിട്ട് ഒരു കൊടിമരത്തിന്മേൽ തൂക്കാൻ പറഞ്ഞു. എന്നിട്ട് ഈ അഗ്നിസർപ്പങ്ങളുടെ കടിയേൽക്കുന്നവർ ആ കൊടിമരത്തിൽ തൂക്കിയിരിക്കുന്ന പിച്ചള സർപ്പത്തെ നോക്കിയാൽ മതി, വിഷയേക്കൂല. അത് വിശ്വാസം കൊണ്ട് സംഭവിച്ച കാര്യമാണ്. നോക്കാത്തവരൊക്കെ കടിയേറ്റു. ഇതുപോലെ മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാണ്. അത് കർത്താവിൻ്റെ ഒന്നാമത്തെ വരവിൽ അത് കാൽവറി ക്രൂശിലാണ് ഉയർത്തിയത്. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ എങ്ങനെയാ കർത്താവിനെ ഉയർത്തണമെന്നറിയാവോ? ക്രൂശിലല്ല. കർത്താവിനെ കുറിച്ചുള്ള പരിജ്ഞാനം ലോകത്തിന് നൽകപ്പെടുക വഴി ആണ് പൊതുലോകം ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുയേശുവിൻ്റെ ആ ഔന്നത്യത്തെക്കുറിച്ചും അധികാരത്തെക്കുറിച്ചും കൃപകളെക്കുറിച്ചും മനസ്സിലാക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കി ക്രിസ്തുവിലേക്ക് പൂർണ്ണ വിശ്വാസവും അനുസരണവും പ്രകടിപ്പിക്കുന്നവർക്ക് നിത്യജീവൻ നൽകപ്പെടും. പിന്നെ മരിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് കർത്താവിനെ കുറിച്ച് നമ്മൾ റോമാലേഖനം 5-ാം അധ്യായം 13-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, 14-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, എങ്കിലും വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാമിന്റെ ലംഘനത്തിനു തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദാം മുതൽ മോശ വരെ വാണിരുന്നു. ഇവിടെ നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുന്നത് വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാം എന്ന് പറയും. ഈ വാക്യം കേട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? വരുവാനുള്ളവന്റെ പ്രതിരൂപമായിരുന്നു ആദാം. ഏദൻ തോട്ടത്തിലെ ആദാം വരുവാനുള്ളവന്റെ പ്രതിരൂപമായിരുന്നു എന്നാ പറഞ്ഞാൽ എന്താ മനസ്സിലായേ? വരുവാനുള്ളവൻ ആരാ? യേശുക്രിസ്തു. യേശുക്രിസ്തുവിന്റെ പ്രതിരൂപമായിരുന്നു ആദാം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? യേശുക്രിസ്തു അനുസരണമുള്ളവനായിട്ടാ വന്ന, അല്ലേ? പ്രതിരൂപം എന്ന് പറഞ്ഞാലോ യേശുവിന്റെ പ്രതിരൂപമായിരുന്നു ആദാം എന്ന് പറഞ്ഞാലോ അനുസരണം ഇല്ലാത്തവനാ, അല്ലേ? ഈ വാക്യത്തിന്റെ അർത്ഥം പോലും മനസ്സിലാക്കാൻ കഴിയാതെയാണ് ഞാൻ സംസാരിച്ചിട്ടുള്ള പല ഉപദേശകന്മാരും എന്നോട് സംസാരിച്ചിട്ടുള്ളത്. എന്നിട്ട് എന്താ പറയണമെന്നറിയോ? പൂർണ്ണ മനുഷ്യനായിരുന്ന ആദാം, പൂർണ്ണ മനുഷ്യനായിരുന്ന ക്രിസ്തു. അത് ഞാൻ സമ്മതിച്ചു. ക്രിസ്തു പൂർണ്ണ മനുഷ്യനായി. ആദാം പൂർണ്ണ മനുഷ്യനായിരുന്നെങ്കിൽ വരുവാനുള്ളവന്റെ പ്രതിരൂപം എന്നല്ല എഴുതണ്ടേ, വരുവാനുള്ളവന്റെ സ്വരൂപം എന്ന് എഴുതണ്ടേ? വേണ്ടേ? സ്വരൂപം എന്നല്ല എഴുതണ്ടേ? ഇവിടെ എഴുതിയിരിക്കുന്നു പ്രതിരൂപം.
അപ്പം നിസ്സാര കാര്യമല്ല വേദപുസ്തകത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നത് ഓരോ വാക്കും നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. വരുവാനുള്ളതിൻ്റെ പ്രതിരൂപമായിരുന്നു ആദാം എന്ന് പറഞ്ഞാൽ ആദാം അനുസരണക്കേട് കാണിച്ചു, യേശു അനുസരണം കാണിച്ചു. അപ്പൊ പൊതുലോകം ഭാവിയിൽ ഈ അനുസരണമാണ് കാണിക്കേണ്ടത്. യേശുക്രിസ്തുവിൻ്റെ പ്രമാണങ്ങളോട് പൂർണ്ണമായ അനുസരണം കാണിക്കണം. അതുകൊണ്ട് പുത്രനെ അനുസരിക്കുന്നവന് ജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവന് ജീവനെ കാണുകയില്ല. ദൈവക്രോധം അവൻ്റെ മേൽ വസിക്കുന്നതേയുള്ളൂ. ദൈവക്രോധം എന്ന് പറഞ്ഞാൽ രണ്ടാം മരണം. ഇപ്പം നമ്മൾ സാമാന്യമായിട്ട് ചിന്തിക്കുക, ഈ ആയുസ് ആദാമിൻ്റെ സൃഷ്ടി മുതൽ സഹസ്രാബ്ദം ആരംഭിക്കുന്നത് വരെ ഭൂമിയിൽ ജനിച്ച് മരിച്ചു പോകുന്ന എല്ലാ ആളുകൾക്കും പുനരുത്ഥാനമുണ്ട്. ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവർക്കുണ്ട്, വിശ്വസിക്കാത്തവർക്കുമുണ്ട്. ക്രിസ്തുവിനെ ക്രൂശിച്ചവർക്ക് വരെ പുനരുത്ഥാനമുണ്ട്. പക്ഷേ സഹസ്രാബ്ദത്തിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് മുഴുവൻ മനുഷ്യരാശിക്കും 1000 സംവത്സരം കൊണ്ട് നൽകപ്പെടും. അങ്ങനെ നൽകപ്പെടുമ്പോൾ ആ അറിവിനനുസരിച്ച് വളരുകയും സ്വഭാവത്തിൽ മാറ്റം വരുത്തുന്നവർക്ക്, അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് പിന്നീടുള്ള ഭാവിയിലേക്കുള്ള അനന്തകാല ജീവിതത്തിൽ പങ്ക് ലഭിക്കുകയുള്ളൂ. അപ്പൊ ഈ വിധമായ തിരിച്ചറിവുകളോട് കൂടിയിട്ടല്ല ഇന്ന് ലോകം മുഴുവൻ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. പേരിന് മാത്രം യേശുവിൻ്റെ പേരും പറയും, ദൈവത്തിൻ്റെ പേരും പറയും. പരിശുദ്ധാത്മാവ് എന്താണെന്ന് പോലും അറിയാൻ മേല. എന്നാലും ഇടയ്ക്ക് പരിശുദ്ധാത്മാവിനെയും കൂട്ടുപിടിക്കും. എന്നിട്ട് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാന്ന പ്രാർത്ഥിക്കണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ. ഇങ്ങനെ ഒരു സർവേശ്വരനെ നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ പറ്റിയല്ല. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഓരോ വാക്കുകൾ പരിശോധിച്ചാലും പിതാവും പുത്രനുമായ സർവേശ്വരൻ എന്നൊരു ദൈവത്തെ വേദപുസ്തകത്തിൽ കാണാൻ പറ്റിയല്ല. മനുഷ്യൻ എവിടെയെങ്കിലും എഴുതി വെച്ച പ്രമാണങ്ങളുണ്ടെങ്കിൽ അതിൽ കാണാൻ പറ്റും. പക്ഷെ അതിന് ദൈവത്തിൻ്റെ അനുമതിയൊന്നുമില്ല. അങ്ങനെ ഒരു സർവേശ്വരനില്ല. പിതാവായ സർവജ്ഞാനിയായ ഏകദൈവമേ ഉള്ളൂ. യേശുക്രിസ്തു എന്ന ഏകപുത്രൻ ദൈവത്തിൻ്റെ ആദ്യജാതനും ഏകജാതനുമാണ്. ഈ അറിവാണ് നമുക്ക് രക്ഷയ്ക്ക് ആധാരമായിരിക്കുന്നത്. ഈ അറിവുകളെല്ലാം ലഭിക്കുന്നത് നമുക്ക് യേശുക്രിസ്തുവിൽ കൂടിയാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ കർത്താവിൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് വേണ്ടി യോർദാനിലേക്ക് വരുമ്പോൾ കർത്താവിനെ കുറിച്ച് യോഹന്നാൻ പറയാണ്, ലോകത്തിലേക്ക് വരുന്ന ഏതൊരു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം അവനായിരുന്നു. ഇതാ അവൻ ലോകത്തിൻ്റെ വെളിച്ചമായിരുന്നു. ഞാൻ വെളിച്ചമല്ല, യോഹന്നാൻ പറയാ. യോഹന്നാൻ വന്നപ്പോൾ ആളുകൾ ഓർത്ത് ഇത് മശീഹയാ വന്നേന്ന്. യോഹന്നാനെ കണ്ടപ്പോഴേ യോഹന്നാൻ്റെ മട്ടും ഭാവവും സംസാരവും ആ അധികാരവും പ്രവർത്തനവും എല്ലാം കണ്ടപ്പോൾ മശീഹയാണെന്നൊരു സംശയം. ഞാൻ മശീഹയല്ല, ഞാൻ വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയുവാൻ വന്നിരിക്കുന്നു. ഞാൻ വെളിച്ചമല്ല, എൻ്റെ പിന്നാലെ വരുന്നു വെളിച്ചം. യേശുക്രിസ്തുവിൻ്റെ മറ്റൊരു സ്ഥാനപ്പേരാണ് വെളിച്ചം. അവൻ വെളിച്ചമായിരുന്നു, അവനിൽ ഇരുൾ ഉണ്ടായിരുന്നില്ല. എൻ്റെ പിതാവും വെളിച്ചമാകുന്നു. യോഹന്നാൻ പറയുന്നു, ഞാൻ വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയുവാൻ വന്നിരിക്കുന്നു. വെളിച്ചം മനുഷ്യരുടെ ജീവന് കാരണമായി തീരുന്നു.
അപ്പൊ ആദാമ്യ പാരമ്പര്യ പാപങ്ങളുടെ ഫലമായി എല്ലാ മനുഷ്യർക്കും ജീവൻ എന്ന വെളിച്ചം നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ വെളിച്ചം തിരികെ കൊടുക്കുന്നതിന് വേണ്ടി യേശുക്രിസ്തു തക്ക കാലത്ത് പാപികൾക്ക് വേണ്ടിയും ഗുണവാനു വേണ്ടിയും നീതിമാനു വേണ്ടിയും അങ്ങ് ഏത് വിഭാഗത്തിൽപ്പെട്ട ആളിനു വേണ്ടിയിട്ടാണേലും കാൽവറി ക്രൂശിൽ യാഗമായി, അങ്ങനെ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി തീർന്നതുകൊണ്ട് ആ യാഗം ദൈവം പ്രസാദിച്ചതിൻ്റെ ഫലമായി മനുഷ്യരാശിയെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും മോചിപ്പിക്കുവാൻ ദൈവം പ്രസാദിച്ചു. അതിന് കർത്താവ് രക്തം മറിവില കൊടുത്ത് വീണ്ടെടുത്തവരെ ആ അനുഗ്രഹം പ്രദാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവൻ പാപം കൂടാതെ തനിക്കായി കാത്തു നിൽക്കുന്നവൻ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. അപ്പൊ സുവിശേഷം കൊണ്ട് ഈ വിധത്തിലുള്ള അനുഗ്രഹങ്ങൾ ദൈവം അതിനു വച്ചിരിക്കുന്ന സമയങ്ങൾ, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ യഥാകാലം കിട്ടുന്ന അവസരങ്ങളിൽ പഠിക്കുകയും നിരാശയിൽ നിന്നും ദുഃഖത്തിൽ നിന്നും നമ്മൾ മോചിതരായി സന്തോഷത്തോടുകൂടെ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ മുൻപോട്ട് പോകാം. യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുക വഴി ഈ ആയുസ്സിൽ തന്നെ പലവിധമായ ആപത്ത് അനർത്ഥങ്ങളിൽ നിന്നും മനുഷ്യർക്ക് സംരക്ഷണം ലഭിക്കും. അതാണ് മറ്റൊരു വലിയ പ്രയോജനം. രോഗങ്ങൾ, അപകടങ്ങൾ, മറ്റു പലവിധമായ പ്രശ്നങ്ങൾ, ഇതിൽ നിന്നെല്ലാം ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തിലേക്ക് വരുന്നവർക്ക് സംരക്ഷണം ഉണ്ടാകും എന്നുള്ളതും വലിയൊരു അനുഗ്രഹം. അതിനെക്കുറിച്ചൊരു വാക്യമുണ്ട്: ദൈവഭക്തിയോ ഇപ്പോഴുള്ളതിൻ്റെയും വരുവാനുള്ളതിൻ്റെയും വാഗ്ദത്തം അതിൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മളിത് എന്തിനാ ഇത്ര പരസ്യമായിട്ട് പറയുന്നത്? ദുഃഖത്തിലും പ്രയാസത്തിലും കഴിയുന്ന ആദാമ്യ ഭവനത്തിൽപ്പെട്ട ഏതൊരാൾക്കും സന്തോഷവും ശാന്തിയും സമാധാനവും ലഭിക്കുന്നതിന് വേണ്ടിയാണ്. നമുക്കിപ്പോൾ അത് മനസ്സുകൊണ്ട് അനുഭവിക്കാൻ ഇടയായിരിക്കുന്നു. അതുപോലെ മറ്റുള്ളവരും ഈ സന്തോഷത്തിലേക്ക് വരുവാൻ അവർക്കും ദൈവത്തിൻ്റെ കൃപ ലഭിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വിഷയം നമുക്ക് അവസാനിപ്പിക്കാം.